ആലേ ആലേ മുത്തം മുത്തി അളികം അളകം. രാമവർമ്മ തമ്പുരാനാണ് BGM ചെയ്തേക്കുന്ന സോങ്സ്, മ്യൂസിക് ഡയറക്ഷൻ 2 സോങ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടൈറ്റിൽ വരുന്ന സോങ് ഉൾപ്പെടെ 2 സോങ് പാടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. നമുക്ക് ഈ ചിലത് വരികൾ കാണുമ്പോൾ തന്നെ ആ പറഞ്ഞു വന്ന ഇതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്നൊരു എന്താ പറയുക, ഒരു ഈണങ്ങൾ നമുക്ക് അതിൻ്റെ പുറകെ അങ്ങ് പോകും നമ്മൾ. പിന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. അപ്പം തന്നെ അതിൻ്റെ ഒരു പല്ലവി വെറുതെ പാടിയിട്ട് എനിക്ക് അയച്ചെന്ന രസം തന്നെ കേട്ടതും ഞാൻ മനസ്സിൽ ഈണം ഇട്ടിട്ടാണ് എഴുതുന്നത്. സെയിം സാധനം എനിക്കൊരു ഹാഫ് ആൻ അവർ എടുത്തൊന്നും എനിക്കറിയില്ല. തിരിച്ചു ഭയങ്കര അതിശയമായി. അപ്പൊ ഞങ്ങൾ കണക്റ്റഡ് ആയി. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചോയ്സ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. ആലി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. വെൽക്കം. ഇതില് എനിക്ക് അറിയുന്ന അറിയുന്ന 2 മുഖങ്ങളുണ്ട്. ബാക്കിയൊക്കെ 3 പേര് പുതുമുഖങ്ങളാണ്. അപ്പൊ നിങ്ങൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി നൽകിയാൽ നന്നായിരിക്കും. സാറിൽ തന്നെ തുടങ്ങാം. എൻ്റെ പേര് ജോബിസ്, ഫുൾ നെയിം ജോബിസ് ജോസ് ചിറ്റിലപ്പള്ളി. പ്രവാസിയാണ്, അബുദാബിയിലാണ്. അപ്പോൾ അങ്ങനെ കൃഷ്ണ മാഡം ആണ് എനിക്കൊരു ഫസ്റ്റ് മൂവിയിലേക്കുള്ള ഒരു അവസരം തന്നത്. അവിടെ കുറേ നാടകങ്ങളും ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഒരുപാട് സന്തോഷം. സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട, എല്ലാവർക്കും അറിയാം. ഗാനഗോകുലം അല്ലേ? അതെ അതെ. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. രാമവർമ്മ തമ്പുരാനാണ് BGM ചെയ്തേക്കുന്ന സോങ്സ്, മ്യൂസിക് ഡയറക്ഷൻ 2 സോങ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടൈറ്റിൽ വരുന്ന സോങ് ഉൾപ്പെടെ 2 സോങ് പാടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ 3 കാര്യങ്ങളാണ്. ഇതിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് തന്നെയാണ്. സിനിമയുടെ പാട്ട് മൊത്തം സാർ ഏറ്റെടുത്തു. പാട്ട് മുഴുവനല്ല, 2 പാട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ പ്രത്യേകത എന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയ ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ തന്നെ എന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങോട്ട് തന്നെ വരാം. ഡോക്ടറാണ്. എങ്ങനെയായിരുന്നു ഒരു സിനിമ പ്രൊഫഷനിലേക്ക് ഉള്ളൊരു ഇതെങ്ങനെയായിരുന്നു തുടക്കം? എഡ്യൂക്കേഷൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ 25 ഇയേഴ്സോളം കലാജീവിതം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു. അവിടെ നൃത്തം, അതുമാത്രമല്ല ഫാഷൻ ഷോസ്, ഇന്നത്തെ ജെൻസി പിള്ളേർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ടൈമിൽ ഞങ്ങളും ജെൻസികളായിരുന്നു. ആ ടൈമിൽ ഇതെല്ലാം ചെയ്തിരുന്നു. പിന്നെ കൈരളിയിലെ ഒരു അവതാരികയും കൂടെ ആയിരുന്നു. 2006, 2007 കാലഘട്ടങ്ങളിൽ കൈരളിയിലെ ആങ്കറും കൂടെ ആയിരുന്നു. അത് 2007 ഞാൻ കല്യാണം കഴിഞ്ഞ് ദുബായിക്ക് പോകുമ്പോൾ എല്ലാം സലാം വെച്ച് പോയതാണ്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പം നമ്മൾ അവിടുത്തെ ഒരു ജോലിയായിട്ട് അങ്ങനെ അതിലേക്ക് മാറി. അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോഴാണ് ഈ എഴുത്തിലേക്ക് പിന്നെയും തിരിച്ചു വന്നത്. അന്നും എഴുതുമായിരുന്നു. പക്ഷെ നമ്മൾ ഷോർട്ട് സ്റ്റോറീസൊക്കെ പറഞ്ഞ ബുക്സൊക്കെ ആയിട്ട് നമ്മൾ സെൽഫായിട്ട് ചെയ്യുക. പിന്നെ സ്കൂൾ ടൈമിലൊക്കെ ബുക്സൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി. പിന്നെ നമ്മൾ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ജോലിയും കാര്യങ്ങളുമാണല്ലോ. പിന്നെ ഗൾഫിൽ പിന്നെ ഇത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഞാൻ പ്രത്യേകിച്ച് അബുദാബിയിലായിരുന്നു. അപ്പോൾ പ്രൊമോട്ട് ചെയ്യാനായിട്ടൊന്നും അങ്ങനെ ആരും എൻകറേജ് ചെയ്യാനില്ല. സ്കൂൾ കുട്ടികളെയൊക്കെ അവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയുടെ ചെയർപേഴ്സണുമായിരുന്നു ഞാൻ. അതിനെ 5 സീസൺ വരെ ചെയ്തു, ഹോച്ച് പോയ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ കുട്ടികളുടെ കലാവാസനയെ നമ്മൾ എൻകറേജ് ചെയ്ത് കൊണ്ടുവരിക, അത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോവിഡായപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് എഴുത്ത് പിന്നെയും തുടങ്ങി. എഴുതി അത് പിന്നെ അത് വിഷ്വലൈസ് ചെയ്യണം എന്ന് തോന്നി. അപ്പം സോങ്സാണ് ആദ്യം ചെയ്തത്. സോങ്ങിൽ നിന്നും കുറേ അവാർഡ്സിന് കൊടുത്തു. അവാർഡ്സ് എടുത്തപ്പം സ്പെഷ്യൽ ജൂറി അവാർഡ് ഫസ്റ്റ് ലിറിസിസ് ആയിട്ട് കിട്ടി. അവിടെ നിന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഷോർട്ട് ഫിലിം നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്തു, ചിൽഡ്രൻസ് മൂവി ചെയ്തു. അപ്പോൾ സ്റ്റേറ്റ് 1 കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചിൽഡ്രൻസ് മൂവി ചെയ്യുന്നത്. അത് ഡോക്ടർ RS പ്രദീപ് പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഓൾ കേരളയിൽ എനിക്ക് കുറേ അവാർഡ്സ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി കുറേ നാൾ ഞാനും കാത്തിരുന്നു, എല്ലാവരെയും പോലെ. പക്ഷേ ഒരു സിനിമയിൽ ലിറിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഫിലിം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സ്ക്രിപ്റ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്ത് 2 പ്രാവശ്യം പ്രൊഡ്യൂസർ മാറിപ്പോയി, ഡയറക്ടർ മാറിപ്പോയി. അപ്പോൾ ഞാനല്ല ഡയറക്ടർ കേട്ടോ, ഞാൻ അസോസിയേറ്റ് ആയിട്ട് നിന്നത് പഠിക്കണം, അസിസ്റ്റൻ്റായിട്ട് നിന്ന് പഠിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനമാക്കി. ആ സമയത്ത് പ്രൊഡ്യൂസർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഏറ്റെടുത്തു. അപ്പം എൻ്റെ കൂടെ കോ പാർട്ണറായിട്ട് സലീം കുഞ്ഞിപ്പ എന്ന് പറയുന്ന അദ്ദേഹം കൂടെ പ്രൊഡ്യൂസറാണ്.
അപ്പോൾ അദ്ദേഹം കൂടെ പറഞ്ഞ് നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു. ഫസ്റ്റ് ഫിലിം ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി ഇറക്കി. അപ്പോൾ അതൊരു ധൈര്യമായി. പക്ഷെ അന്ന് ശരിക്കും ഡയറക്ടറായിട്ട് വേറൊരു ആളെ കൊണ്ടുവന്ന് പുള്ളിയുടെ ഡയറക്ഷനിൽ തൃപ്തി പോരായിട്ട് ഞാനല്ല, ഞങ്ങളുടെ കോ പ്രൊഡ്യൂസർ പറഞ്ഞ് നിങ്ങൾ അത് മാറ്റിയിട്ട് ഞാൻ തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് സെൽഫാണല്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നതിന് പകരം നമ്മൾ ചെയ്ത് പഠിച്ച് ഫസ്റ്റ് ഫിലിമാണ് എൻ്റെ ഒരു എന്താ പറയുക മാസ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ സിനിമ പിന്നെ ടെൻഷനൊന്നുമില്ല, അങ്ങനെ നല്ല അതെ. അപ്പം എൻ്റെ ഒരു ആഗ്രഹം പാട്ടാണ്, നല്ല പാട്ടുകൾ തിരിച്ചു വരണം മലയാളത്തിലും. ഇതിപ്പോൾ നമ്മൾ തമിഴ് മൂവും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം തമിഴിൽ 3 സോങ്ങും മലയാളത്തിൽ നമ്മൾ 3 സോങ്ങും 4 സോങ്ങും ഒരെണ്ണം ഹിന്ദി അറബിക്കാണ്. അപ്പോൾ എന്താ തന്നെ ഞങ്ങൾക്ക് അവിടെ നടക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഉള്ള ഒരു രീതിയിൽ നമ്മുടെ അറബിക് നാട്ടിലാണ്, അപ്പോൾ ഒരു അറബിക് സോങ് കൂടെ ചേർത്തുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ ഭാഷ തന്നെ ഹിന്ദിയാണ് ആക്ച്വലി, പിന്നെ മലബാറി ഭാഷ വരുന്നുള്ളൂ. 3ാമത്തെ 4ാമത്തെ ഭാഷയാണ് അല്ലേ മലയാളമായിട്ട് വരുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തു. കാരണം എൻ്റെ ഏറ്റവും മീൻസ് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആംബിഷൻ എന്ന് പറയുന്നത് ഈ ഗൾഫിലുള്ളവർക്കും കൂടെ ഇതിന് അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നാട്ടിലുള്ളവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് അല്ലേ, നാട്ടിൽ നിന്നാൽ നിങ്ങൾ ഇതിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ അത് കിട്ടും. പക്ഷേ അവിടെ ഉള്ളവർക്ക് സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫിലിമിലൂടെ ഫസ്റ്റ് ഫിലിമിൽ 52 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകൾ ഫ്രം ഗൾഫ്. ഇപ്രാവശ്യം 7 പേരുണ്ട്, നമ്മൾ ഗൾഫിൽ നിന്ന് തന്നെ ഉണ്ട്. പിന്നെ മലയാളത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളൊരു ഗംഭീര സിനിമ, വലിയ സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ സിനിമയാണ്, പക്ഷേ ഒരു ഫാമിലി മൂവിയാണ്. അതിൽ മെയിൻലി നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സോങ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമവർമ്മ തമ്പുരാൻ്റെ ബ്യൂട്ടിഫുൾ മെലഡി സോങ് ഉണ്ട്, ആവശ്യപ്പെട്ട തമ്പുരാൻ പാടിത്തരും. അതെ അതെ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൽ അച്ഛൻ, അമ്മ, നമ്മുടെ സിനിമകളിൽ മിസ്സാവുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഒരു അമ്മുമ്മ, മുത്തശ്ശി അല്ലേ, ഒരു അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ഫാമിലി ഓറിയന്റഡ് കുട്ടി. ഇപ്പം ഇത് ലത അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, അച്ഛനായിട്ട് കൃഷ്ണപ്രസാദ് സാറ്, പിന്നെ നായകൻ പുതുതാണ്. ആക്ച്വലി പുള്ളി വരുമ്പോൾ എൻ്റെ ഫിലിമിൽ പുതുതും, പിന്നീട് 2-3 സിനിമ വരികയും ചെയ്തു സൗരവിൻ്റെ. പിന്നെ നായികയും അതുപോലെ പുതു നായികയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നായിക അവരെല്ലാം കുറച്ചുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതുമയുള്ള പുതിയ നായകരുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല പ്രജിൻ എന്ന് പറഞ്ഞ തമിഴിൽ നിന്നുള്ള പ്രജിൻ പത്മനാഭനും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക കൈലാഷുണ്ട്, വ്യത്യസ്തമായ കുറേ കഥാപാത്രങ്ങളും ഒരുപാട് എന്താ പറയുക കുറച്ച് ത്രില്ലിങ് തിങ്സും, പിന്നെ ഫാമിലിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അച്ഛനും അമ്മയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ആശയമുള്ളൊരു നല്ലൊരു മൂവിയാണ്. ഓണസദ്യയാണ്. ഓണത്തിന് എല്ലാവരും കയറി കാണുക വേണം നമ്മുടെ സിനിമ. മോനിലേക്ക് വരാം. ഫസ്റ്റ് മൂവിയാണോ? അല്ല, ഇപ്പൊ സെക്കൻഡ് മൂവി എന്റെ അമ്മയായിട്ടാണ്. അമ്മ. എങ്ങനെ ഉണ്ടായിരുന്നു മൂവിയിൽ അഭിനയിച്ചതൊക്കെ? നല്ലതാണ്, പക്ഷെ നല്ല ടയറിങ് ആണ്. ലൊക്കേഷൻ ചെയ്യുമ്പോൾ അവർക്ക് പറ്റില്ല. അവൻ അവിടെയാണ് അബുദാബിയിലാണ് പഠിക്കുന്നതൊക്കെ. അപ്പൊ അവന് വിളിക്കുമ്പോ വന്ന ഷോട്ടിന് മാത്രം കറക്റ്റ് വരും. അപ്പം ഇതിൽ അമ്മ എവിടെ അമ്മ ഇരിക്കുന്ന? സിനിമയിൽ അമ്മ ഏതാ? സിനിമയിൽ അമ്മയാരാ ഇതിനകത്ത്? അത് അങ്ങനെ ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് ചെയ്ത ഒരു സംഭവമാണ്. ചേച്ചി, ഞാൻ പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ പരിചയപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഇറങ്ങിയ രേഖാചിത്രം, വാഴ, ഇതിലൊക്കെ ഫെയിമാണ്. നമ്മുടെ ഈ ആലിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് എന്നോട് ഫോട്ടോ ചോദിച്ചത്. ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ മാം ഉദ്ദേശിച്ച രീതിയിലുള്ളതല്ല മീൻസ് ഫോട്ടോസ് വന്നത്. അപ്പം മാമിന് വേണ്ട ഫോട്ടോസ് എങ്ങനെയാണ് ഒരു തമിഴ് ലുക്കുള്ള ഒരു ഇത് വേണമെന്ന് പറഞ്ഞാൽ വീണ്ടും അത് അയച്ചു കൊടുത്തു. അപ്പോൾ മാം ഓക്കെ മാം അത് ആക്സെപ്റ്റ് ചെയ്തു. നേരിട്ട് കണ്ടപ്പോൾ മാം പറഞ്ഞു ഓക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സിനിമയിലേക്കുള്ള എൻട്രി ഒരു സന്തോഷമാണ്. ഞാൻ വിചാരിച്ച ആളിങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ പകുതി ഒരാളുടെ ഒരു അപ്പിയറൻസിലും കൂടിയാണല്ലോ ആ ക്യാരക്ടറിൻ്റെ ഒരു വിജയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായി. പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിലായിരുന്നു. ഒരു തമിഴ് ഒരു ഇതുള്ള ഇതായിരുന്നു. അപ്പോൾ അതൊരു ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു. മാമൊക്കെ ഇത്തിരി ടെൻഷനിലൊക്കെ ആയിരുന്നു നടക്കണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒരു അമ്മ ഉണ്ടായിരുന്നു അവിടെ, പിന്നെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഒരു സിനിമയാണ്, എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സിനിമയാണ്.
സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇതുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഡയറക്ടറിന്റെ കീഴിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് നമുക്ക് ലേഡീസിനെ സംബന്ധിച്ച്. അപ്പം അങ്ങനെ നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ മാമിനോട് തുറന്ന് ചോദിക്കാം, മാം അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് നമ്മൾ അഭിനയിച്ചൊരു ഫിലിമാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തറവാട്ടിലത്തെ അച്ഛനും അമ്മയും മക്കളായിരുന്നു, നായികയുടെ അമ്മയായിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇതുകൾ മാത്രം എനിക്കറിയില്ല. അപ്പോൾ ഒരമ്മ എന്നുള്ള നിലയിലുള്ള ഇതായിരുന്നു. നാട്ടിൻപുറത്തുള്ള ഒരു ടിപ്പിക്കൽ അമ്മയ്ക്ക് ഒരു പെൺകുട്ടിയുള്ളതും ആ പെൺകുട്ടിക്ക് ഒരു പ്രണയത്തിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാവണ ആകുലതകളും തമാശകളും അതൊക്കെ ആയിട്ടുള്ള ഒരു മൂവി. ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൽ ഇമോഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിങ് സബ്ജക്ട്സ് ഉണ്ട് അതിൽ. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 14 നിങ്ങളിലേക്ക് എത്തുകയാണ്. ഓണം തുടങ്ങണതിന് മുന്നേ ഒരു ഓണസദ്യയായിട്ട് തന്നെയാണ് വരുന്നത്. പറഞ്ഞ പോലെ ഇത്രയും പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോഴുള്ള സിനിമകളിലൊന്നും പാട്ടുകളൊന്നും അത്ര കാര്യമായിട്ടില്ല. അപ്പോൾ നല്ല പാട്ടുകളായിട്ട് നല്ലൊരു ഫാമിലി സ്റ്റോറി ആയിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സ്വീകരിക്കണം. തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരു ചെറിയ മൂവി എന്നുള്ള ഇതിൽ നിങ്ങൾ മാറ്റി നിർത്തരുത്. അത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ എപ്പോഴും ഒരു കഥ എന്ന് പറയുന്നത് അതിൻ്റെ മേക്കിങ്ങിലാണ്. ആ മേക്കിങ് നന്നായിട്ട് മാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സാറിലേക്ക് വരാം. ഇതിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, സാറുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് കൃഷ്ണ പ്രിയദർശൻ നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോൾ നമ്മുടെ ഒരു പോർഷൻ മാത്രമാണ് വന്നിട്ടൊരു സീനുണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സന്തോഷം, ഫസ്റ്റ് ടൈമാണ് മൂവി. അവിടെ ചെന്നിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു റോളല്ല. പിന്നെ ലതേനൊക്കെ ഇന്ന് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് അറിയാം ഈ പടത്തിൽ അവരൊക്കെ ഉണ്ടായിരുന്നു, ഇവർക്കുള്ളത് നമ്മൾ പിന്നെയാണ് അറിയണത്. നമുക്ക് ആ ഒരു പോർഷനും കാര്യങ്ങളും മാത്രമേ ഒന്ന് സൗരവ് മാത്രം അവിടെ നിന്ന് അത് നമുക്ക് ഷൂട്ട് രണ്ടിടത്തായിരുന്നു. ഇപ്പൊ നാഗർകോയില് അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ വന്ന് അഭിനയിച്ചു. പിന്നെ സെക്കൻഡ് സ്കെഡ്യൂള് ഞങ്ങൾക്ക് ഗൾഫിലായിരുന്നു. അപ്പം നമുക്ക് നായകനും നായികയും മാത്രമേ പിന്നെ ഗൾഫിലേക്ക് വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ അവിടെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയുള്ള രീതിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞില്ല, ജോബസ് പറഞ്ഞതിന്റെ കാരണം എന്താണ്, അവിടെ ഉള്ളവർക്ക് അഭിനയിക്കേണ്ടത് അവർക്ക് സ്ക്രിപ്റ്റ് മാത്രം, ഫുൾ സ്ക്രിപ്റ്റ് പലരും ആരും വായിച്ചിട്ടില്ല എന്നാണ് എന്റെ ഇതുവരെയുള്ള വിശ്വാസം. അവർക്കൊക്കെ സസ്പെൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒന്നും അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അവിടുത്തെ സൗരവ് മാത്രമാണ് കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളോട് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒരു മൂവിയിൽ അഭിനയിക്കുന്ന ടെൻഷനൊന്നും നമുക്ക് തന്നിട്ടില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അത് കാരണം വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയെന്ന്. അത് ജോബസ് കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഷൂട്ടൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ ഏറ്റവും വലിയ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പ്രയാസമില്ല. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. ക്യാരക്ടർ നന്നായിട്ട് കൈകൊണ്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വിളിക്കുന്ന ആർട്ടിസ്റ്റ് ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവരത് മാറി നമ്മുടെ മുന്നിൽ ഫസ്റ്റ് സീനിൽ ടേക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്കറിയാതെ അവരത് ചെയ്തോളും. നമ്മൾ അവിടെ പോയി കറക്ഷൻ ചെയ്യേണ്ടത്, ഡയലോഗ്സ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ എൻ്റെ ഒരു ആർട്ടിസ്റ്റിനോടും റീടേക്ക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നില്ല. എല്ലാതൊക്കെയൊന്നും ഒരു റീടേക്ക് പോലും ഇല്ല. യൂഷ്വലി നമ്മളിപ്പോൾ ചിലരൊക്കെ ഉണ്ട് ഡയറക്ടേഴ്സ്. ഇപ്പം എൻ്റെ ഫിലിമിൽ ഫസ്റ്റ് വന്ന ഡയറക്ടർ ആണെങ്കിൽ 19-20 ടേക്ക് എടുത്തിട്ടുണ്ട്. അവസാനം ഞാൻ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കും. പിന്നെ ഡയറക്ടർ മാറ്റിയിട്ട് ഞാനാണല്ലോ ഇരുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നപ്പോൾ ഞങ്ങളെടുത്ത ഫസ്റ്റ് ടേക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളിപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ടേക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ 10 പ്രാവശ്യം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് ഇതുവരെ അതാ ഞാൻ ചോദിച്ചല്ലേ, നമ്മൾ ഏതെങ്കിലും ഒന്ന് റീടേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് സീൻ തുടങ്ങുന്നതിന് മുന്നേ മാം പറഞ്ഞുതരും, ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതനുസരിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരേ സീൻ 3 പ്രാവശ്യം അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വന്ന് നമുക്ക് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഓരോരുത്തരുടെ സീനിന് കൂടെ നിന്നാണല്ലോ, സപ്പോർട്ട് ചെയ്താണല്ലോ അവർ ചെയ്യുന്നത്. അതിലും നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകളും ചേർന്നിട്ട് ഒരു സീനുണ്ട്. ആ സീൻ എന്ന് പറയുന്നത് അതൊരു ഓളത്തല്ല. അപ്പൊ ആ സീൻ അല്ലേ, ഓർമ്മയില്ലേ? അപ്പൊ ആ സീൻ എടുക്കണമെങ്കിൽ ഇവരെല്ലാരും ഒന്നുകൂടെ അഭിനയിച്ചേ പറ്റും. റീടേക്ക് അല്ല, പക്ഷെ ആ ടേക്ക് ഞങ്ങൾ 3 to 4 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പല ആംഗിളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, ഷോർട്ട് മിഡ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പലരെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആ സംഭവം മാത്രം അവർക്ക് ഓണത്തെല്ലിന്റെ സംഭവം ഒരുമിച്ച് എല്ലാവരും ഒരു 3-4 പ്രാവശ്യം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനും അത് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. നമ്മളെ സ്റ്റണ്ട് മാസ്റ്റർ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, സാർ ഇത് ഇന്ന് തീരത്തില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കൊക്കെ റോള് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെല്ലാം വായിച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്,
നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരോടും. കാര്യം അന്ന് നമുക്ക് 20 ആർട്ടിസ്റ്റോളം ഉണ്ട് ഒരുമിച്ച് നിൽക്കുന്നത്. നമ്മൾ ആ പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറയും. അപ്പോൾ അവർ ഞങ്ങളെല്ലാം ചെയ്തോളാം, റെഡി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരുടെ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു ചെയ്തത്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം ജോബസ് പറഞ്ഞത്. അവരന്ന് 3-4 പേരുമായിട്ടുള്ള ഡിസ്കഷനാണ് പുള്ളി ചെയ്യുന്നത്. അതിൻ്റെയാണ് ഷോട്ട് എടുക്കേണ്ടത്. ആള് ഇരുന്നു ചെയ്തു. എന്നോട് ഞാൻ ഓക്കെ അല്ലേ, ഞാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ മാത്രം എനിക്ക് പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതിൽ മെയിൻലി ഞാൻ ഉദ്ദേശിച്ച പോലെ വരണം. വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറ്റാനൊന്നുമില്ല. അതിൽ ഞാനൊരു റീടേക്കിന് പോലും പോകാറില്ല. ഈ മ്യൂസിക്കിന്റെ കാര്യത്തിലോട്ട് വരട്ടെ. 5 പാട്ടാണ് അല്ലെ നമ്മുടെ സിനിമയില്. ചോദിച്ചോളൂ. എങ്ങനെയായിരുന്നു അതിലേക്ക് ഉള്ള ഒരു എൻട്രി? ആലിയിലേക്ക് മാം എങ്ങനെയായിരുന്നു സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു? എനിക്ക് ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പരിചയപ്പെടുന്നത് ഇതെല്ലാം നമ്മളൊരു നിമിത്തമാണല്ലോ. അപ്പം തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് പരിചയമുള്ള കോമൺ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ കോമൺ വെൽവിഷർ എന്നൊക്കെ പറയും. ഗീത എന്ന് പറഞ്ഞ ഗീതാ മാമിന്റെ ഒരു പരിപാടി അവര് ഇടയ്ക്കിടയ്ക്ക് ചെങ്കൽ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് ഇടയ്ക്കിടയ്ക്ക് അവാർഡുകൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ചാരിറ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അവാർഡുകൾ കൊടുക്കുന്ന ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ അവാർഡ് ഫംഗ്ഷൻസിന് ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന ഫംഗ്ഷൻസിന് എന്നെയാണ് വിശിഷ്ടാതിയായിട്ട് വിളിച്ചിട്ട് ഇനോഗ്രൽ പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് ചെന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പരിചയമുള്ളവരും പരിചയമില്ലാത്തതും. അപ്പം ഡോക്ടർ കൃഷ്ണ പ്രിയദർശനും ഉണ്ട്, ആ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസംഗം, അപ്പം എൻ്റെ പ്രസംഗം എപ്പോഴും ഞാൻ അല്പം ഒരു മ്യൂസിക്കലി കണക്ട് ചെയ്യും. പക്ഷെ നമ്മളുടെ ഉള്ളിലൊരു ഗായകനുള്ളത് കൊണ്ട് ഞാനതിൽ ശ്ലോകമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലപിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പം കൃഷ്ണ അത് നോട്ട് ചെയ്തു. കൃഷ്ണ വന്നു, സ്റ്റേജിൽ വന്നു. കൃഷ്ണ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. അത് വാങ്ങിയതിന് ശേഷം കൃഷ്ണ 2 വാക്ക് സംസാരിച്ചു അവിടെ വേദിയിലല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, നമ്മൾ പരിചയപ്പെട്ടു, എൻ്റെ നമ്പർ വാങ്ങി പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസമോ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു ദിവസം എന്നെ കൃഷ്ണ വിളിക്കുകയാണ്, ഇങ്ങനെ തമ്പുരാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, സംഗീതം ചെയ്യാൻ കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നീട് കിളിമാനൂർ വന്നു. എൻ്റെ തറവാട്ടിൽ കിളിമാനൂർ കൊട്ടാരത്തിൽ കൃഷ്ണയും ഫാമിലി, മോനും ഹസ്ബൻഡും എല്ലാവരും കൂടെ വന്നു. ഞങ്ങൾ ആദ്യത്തെ ചർച്ചയും കഥയൊക്കെ അവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈ കൊടുക്കുകയായിരുന്നു, എന്നാൽ പിന്നെ ചെയ്യാം. അപ്പം പക്ഷെ പിന്നെ മനസ്സിലായത് കൃഷ്ണ എന്നെ എഴുതുന്നതെന്നുള്ളത്. അപ്പം എഴുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബിന്ന് എഴുതി അല്ലെ വാട്സാപ്പ് ഒരു പല്ലവി അല്ലെങ്കിൽ ഒരു അനുപല്ലവി അങ്ങനെ കൃഷ്ണ എഴുതും. ഒരു മൂഡ് എനിക്ക് പറഞ്ഞു തരും. രാത്രി 12 മണിക്കൊക്കെ ഞാൻ അയക്കുന്നത്. അപ്പൊ ഞാൻ ചിലപ്പം ഉറക്കത്തിലാച്ചപ്പോ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊക്കെ എണീക്കുമ്പോൾ വെറുതെ നോക്കുമ്പോൾ അപ്പൊ കൃഷ്ണ വരികൾ അയച്ചിരിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ഉണ്ടാവും. അത് ഇങ്ങനെ ഇതാണ് മൂഡ്. അത് അപ്പൊ ഈ നമുക്ക് എന്താ അറിയാമോ, നമ്മൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. നമുക്ക് ഈ ചിലത് വരികൾ കാണുമ്പോൾ തന്നെ ആ പറഞ്ഞു തന്ന ഇതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഉള്ളിന്നൊരു എന്താ പറയുക ഒരു ഈണങ്ങൾ നമുക്ക് അതിൻ്റെ പുറകെ അങ്ങ് പോകും നമ്മൾ. പിന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. രാത്രിയിൽ പെട്ടെന്ന് അവിടെ തന്നെ ഇരുന്നു, ആ മുറിയിൽ തന്നെ ഇരുന്നു. അവിടെ ഹാർമോണിയം എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പിന്നെ രാത്രി ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആ അപ്പുറത്തെ സൈഡിലേ ഉള്ളൂ, അമ്മയൊക്കെ പിന്നെ അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഞാൻ ഈ സെക്ഷനിൽ ഈ ഭാഗത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്പോസ് ചെയ്തു, രാത്രി തന്നെ കമ്പോസ് ചെയ്തു. അപ്പം തന്നെ അതിൻ്റെ ഒരു പല്ലവി വെറുതെ പാടിയിട്ട് എനിക്ക് അയച്ചു തന്നു. അയച്ചെന്ന രസം തന്നെ കേട്ടതും ഞാൻ മനസ്സിൽ ഈണം ഇട്ടിട്ടാണ് എഴുതുന്നത്. സെയിം സാധനം എനിക്കൊരു 1/2 hour എടുത്തൊന്നും എനിക്കറിയില്ല. തിരിച്ചു ഭയങ്കര അതിശയായി. അപ്പൊ ഞങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഞാൻ എന്ത് മനസ്സിൽ വിചാരിച്ചോ അത് തന്നെ അദ്ദേഹം എനിക്ക്. അതെ അതാണ് ആലി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സോങ് ആണ്. അപ്പൊ ആലി എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെയാണ് അത് കണക്ട് ചെയ്യുന്നത്. ആലി എന്നാണ് പാട്ട് തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ടൈറ്റിൽ നെയിമും അല്ലെങ്കിൽ സിനിമയുടെ പേരും ആലിയായി. ആലി എന്ന് പറഞ്ഞ മഴ, തന്നെ പറഞ്ഞ തമിഴ് ഇൻഫ്ലുവൻസ് ഒരുപാട്, തമിഴ് കൾച്ചറും മലയാളം കൾച്ചർ രണ്ടും ഉണ്ടല്ലോ ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിയൊരു പ്രത്യേകിച്ച് ഈ പാട്ടുകൾ കൃഷ്ണ എഴുതിയിരിക്കുന്നതിലൊക്കെ മലയാളം വരികളിൽ തന്നെ തമിഴും കൂടെ ഉണ്ട്, തമിഴ് വേർഡുകളുണ്ട്. അപ്പൊ ഇത് കോമൺ ആണ്, മനസ്സിലായില്ലേ? ഇത് തമിഴ്നാട്ടിലാണേലും മലയാളത്തിൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ പാട്ടിൻ്റെ വരികൾ കേൾക്കുമ്പോൾ പാടുമ്പോഴും അത് മനസ്സിലാവും. അതിനകത്ത് ചില തമിഴ് വേർഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ പാട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു 2 ലാംഗ്വേജിൻ്റെ കോംബോ ഒരു തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ സ്റ്റുഡിയോയിൽ പിന്നെ എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് രാജീവ് ശിവ, എൻ്റെ സൗണ്ട് എഞ്ചിനീയർ ആണ്, എനിക്ക് അസിസ്റ്റ് ചെയ്യുന്ന രാജീവ് ശിവയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ട്രിവാൻഡ്രത്തുണ്ട്. അവിടെയാണ് എൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്കിതാണ്, ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത്
രാജീവിന്റെ കീബോർഡിലെ അല്ലെങ്കിൽ രാജീവിന്റെ വിരലുകൾ അതനുസരിച്ച് പൊക്കോളും. ഇപ്പം ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഒരു കോംബോയാണ്. അപ്പം എന്താണോ ഞാൻ ഞാൻ വെറുതെ പാടിയാൽ മതി, അല്ലെങ്കിൽ വെറുതെ ഒന്ന് മൂടിയാൽ തന്നെ ഞാൻ എന്താ പറയുക, ഇതുപോലെയാണ്. ആ ഒരു സിങ്കാണ്. അപ്പം പിന്നെ കാര്യങ്ങൾ വളരെ പെട്ടെന്നായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഓരോന്ന് സാമ്പിൾ അയക്കും, അല്ലെങ്കിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ കൃഷ്ണ പറയും അവിടെ എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം, ഓക്കെ, അപ്പൊ ഞങ്ങളത് തിരുത്തിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവര് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡയറക്ടറോട് വർക്ക് ചെയ്തോണ്ടാവും ഈസി ആയിരുന്നു കാണും. പക്ഷെ എന്റെ കൂടെ ചിത്രമായിരുന്നു. കാര്യം ഞാൻ 2-3 പ്രാവശ്യം ചിലതൊക്കെ അഴിച്ചു പണിയുന്ന പരിപാടി. കാര്യം എനിക്ക് ഞാൻ മ്യൂസിക് പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ മ്യൂസിക് കേൾക്കുമ്പം അത് മനസ്സിലാവും. ഏത് രാഗം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറയില്ല കേട്ടോ, കുറച്ച് വേണമെങ്കിൽ നോക്കിയിട്ടൊക്കെ വേണേൽ പറയാം. പക്ഷേ കേട്ട് കഴിഞ്ഞാൽ ഇത് എന്റേതല്ല, അല്ലെങ്കിൽ ഇതിൽ ഫിക്സ് ചെയ്യേണ്ട ഇതല്ല എന്ന് ഞാൻ അത് കൃഷ്ണക്ക് അയച്ചു കൊടുത്തിട്ട് ഞാനത് ഓക്കെ ആക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ കൃഷ്ണക്ക് അയച്ചു കൊടുത്തിട്ട് BG, സപ്പോസ് ഈ പാട്ടിനിടയ്ക്കുള്ള BG, ഈവൻ ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ പോലും ഓരോ സീനിലും ഇത് ചെറിയ പീസായിട്ട് അയച്ചു കൊടുക്കും. വാട്സാപ്പിൽ തന്നെ അയച്ചു കൊടുത്താൽ അപ്പൊ ആ മൂഡ് കിട്ടുമല്ലോ. അപ്പൊ ആ ഇന്ന പീസ് അത് വേണ്ട, ഇന്ന സംഭവം വേണ്ട, ഇന്ന പോർഷൻ തൊട്ട് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. വേറൊരു സാധനം അപ്പം തന്നെ ഉണ്ടാക്കും. പാട്ടിന്റെ BGസും അത് ആദ്യത്തെ BG കൃഷ്ണ പറഞ്ഞു അത് വേണ്ട, സെക്കൻഡ് BG അതിന് പല്ലവി കഴിഞ്ഞ അനുപല്ലവി കഴിഞ്ഞിട്ടുള്ള BG മുഴുവൻ മാറ്റി. എന്നുവെച്ചാൽ അത് കൃഷ്ണക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ വേറെ പക്ഷെ അത് നന്നായി. അത് പിന്നീട് എന്താ അറിയോ, ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളല്ല ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമുക്ക് തരുന്നതാണ്, കിട്ടുന്നതാണ്. അത് എഴുതാനിരുന്നാലും കമ്പോസ് ചെയ്യാനിരുന്നാലും നമ്മൾ എഴുതുമോ ഞാനൊരു പാട്ടുണ്ടാക്കി അല്ല അത് എഴുതി എന്നൊക്കെ പറയാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം വി ആർ ഗെറ്റിംഗ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. എവിടെ നിന്നൊക്കെയോ നമുക്ക് ഒരു പവർ ഉണ്ട്. അപ്പം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് വരും, ചിലപ്പോൾ പെട്ടെന്ന് വരാം, ചിലപ്പോൾ മണിക്കൂറുകളോളം നമ്മൾ കീബോർഡും ഹാർമോണിയം കൊണ്ടൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം അങ്ങോട്ട് പാട്ടുണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് അങ്ങനെ വരുമൊന്നുമില്ല. ചിലപ്പോൾ വന്നേക്കാം 5 മിനിറ്റ് കൊണ്ട് വരാം, ചിലപ്പോൾ പാട്ട് അല്ലെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് വരാം. ഇറ്റ് ഡിപ്പെൻസ്. അതെന്താ പറയുക, എല്ലാം ഒരു സിങ്കായി വരുമ്പോഴാണ് നമുക്ക് ഇപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മൾ അപ്പൊ കറക്റ്റ് ചെയ്ത് അതുകൊണ്ടല്ലേ അതുകൊണ്ട് ഒരു ബീജിയം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തമ്പുരാനെ കൊണ്ട് ഒന്നുകൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചില പോർഷൻസ് എനിക്ക് ഒന്നുകൂടെ അല്ല, അതിന്റെ കാരണം പിന്നെ കൃഷ്ണൻ കൂടി ഇരുത്തി ചെയ്തു. ഞാൻ വരാതെ ചെയ്യില്ല എന്നവര് പറഞ്ഞു, നീ വന്നിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കൂടുതലും ഓൺലൈൻ വഴിയാ ചെയ്തിട്ട്. നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള ഒരു മെയിൻ ഒരു ഗുണം എന്ന് പറയുന്നത് ഓൺലൈൻ വഴി നമ്മൾ ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് എന്നോട് പറഞ്ഞു ഇത് പറ്റില്ല, എനിക്ക് സമയം കളയാൻ പറ്റില്ല, വന്ന് ചെയ്തത്. അങ്ങനെ വന്നിരുന്നു. എന്നിട്ട് അപ്പൊ തന്നെ എല്ലാം നോക്കി എല്ലാം ഒക്കെ ആയിട്ട് ഇതൊക്കെ ഒരു എന്താ പറയാ ഒട്ടും അറിയാതെ പറയില്ലേ, അങ്ങനെ കരുതിയാൽ മതി. അത് അങ്ങനെയാണ് ആലിയിലേക്ക് എത്തുന്നത്, അങ്ങനെയാണെന്ന് പറയായിരുന്നു. അപ്പം ആലി ഒരു വലിയൊരു വിജയമാവട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിച്ചത്. ആലിയുടെ മറ്റു കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ എന്നാലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴേ എനിക്ക് സീൻസ് മുഴുവൻ കാണാമല്ലോ എന്നേ. അപ്പം എഡിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിനകത്ത് വളരെ ആദ്യമായിട്ട് ഒരാള് ഫുൾ കണ്ടിട്ട് തമ്പുരാനാണ് എന്നെ വിളിച്ചു പറയുന്നത്. ഒരു രാത്രിയില് സിനിമ എല്ലാം ആർക്കും അറിയത്തില്ല സിനിമയുടെ ഫുള്ള്. അപ്പോ തമ്പുരാനാണല്ലോ ഫസ്റ്റ് കിട്ടുന്ന കാര്യം, ഇവർക്ക് ഇതില്ലാതെ പറ്റത്തില്ല, ബീജിയം ഫുൾ അറേഞ്ച് ചെയ്യണം. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അപ്പോഴും എനിക്ക് ഷോക്കായിരുന്നു കാര്യം. തമ്പുരാൻ എന്നെ വിളിച്ചിട്ട് കൃഷ്ണ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറയാം. അതെനിക്ക് ഭയങ്കര ഒരു അത്ര നന്നായില്ലേ എന്നുള്ളൊരു. എന്നിട്ട് വേറൊരു സങ്കടം കൂടെ പറഞ്ഞു, നമ്മള് സീൻ കാണുമ്പോൾ ഈ കണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ക്ലൈമാക്സ് വേറൊരു വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൊ ക്ലൈമാക്സിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അപ്പൊ ക്ലൈമാക്സ് ഞാൻ വേറൊരു വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റിലാണ് ക്ലൈമാക്സ് വരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് പക്ഷെ കാണുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ക്ലൈമാക്സ് വരുന്നത്, പക്ഷെ അതല്ല ക്ലൈമാക്സ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സീൻസ് ഇങ്ങനെ കാണും, നിങ്ങളുടെ അടക്കം എല്ലാവരുടെയും ഓരോരുത്തരുടെ. അപ്പൊ ഇതിനകത്ത് കോമഡി ഉണ്ട്, ഇതിനകത്ത് നല്ല രസകരമായ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. പ്രണയം തന്നെ വെറും ഒരു ചോക്ലേറ്റ് പ്രണയമല്ല. ഇപ്പോഴത്തെ ഞാനത് പറയുന്നുള്ളൂ തോന്നല്ലേ, ഇപ്പൊ പുതിയ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഈ പ്രണയമൊക്കെ ഇങ്ങനെ എന്താ പറയുക കടലാസത്തെ ആളുകളെ പോലെ ഇങ്ങനെ മറിഞ്ഞ് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് ഇമ്മീഡിയറ്റ് വിത്ത് അങ്ങനെയാണല്ലോ. അത് ആരുടെയും കുറ്റമല്ല, കാലത്തിന്റെ ഇതാവാം. ഇതിനകത്ത് പ്രണയം അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രണയമാണ്, തീവ്രമാണ്. അതിന്റെ ഒരു ഫാമിലി
വിചാരിക്കാത്ത ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫാമിലിയുടെ അകത്ത് നടക്കുന്ന വളരെ രസകരമായ സംഭവങ്ങളും സംഘർഷഭരിതമായ അവസ്ഥകളും വല്ലാത്ത കാര്യങ്ങൾ. പിന്നെ കോമഡി ഒരുപാടുണ്ട്. ഈ ജോബി ഉണ്ട്, പിന്നെ ഡോക്ടർ രജത് കുമാർ വളരെ വ്യത്യസ്തമായൊരു രജത് കുമാർ വളരെ ഗംഭീരമായ തമാശകൾ. അദ്ദേഹത്തിന് നമ്മൾ ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യേണ്ട ഓരോ ക്യാരക്ടറിന്. അപ്പം കൃഷ്ണൻ്റെത് പറഞ്ഞു ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇതിനും കഴിയുമെങ്കിൽ ഓരോ സ്റ്റൈൽ ടൈപ്പ് കൊടുത്ത്. അപ്പൊ രജത് കുമാറിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പൊ കോംബോ വരും, ചിലപ്പോൾ ജോബി വരും, ഇങ്ങനെയൊക്കെ ഇവരുടെ കോംബോ സീൻസ് ഉണ്ട്. അതൊക്കെ അപ്പൊ നമുക്ക് ചിരി വരും. അപ്പൊ നല്ല രസമായിരുന്നു. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനും എനിക്ക് അസിസ്റ്റ് ചെയ്ത് രാജീവില്ലേ, ഞങ്ങൾ രണ്ടുപേരും സ്റ്റുഡിയോയിൽ നിന്ന് ചിരിയോട് ചിരിയാണ്. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിരിക്കും. പിന്നെ പ്രണയത്തിന്റെ പിന്നെ അല്ലാതെയുള്ള വിഷമകരമായ ഇതുകൊണ്ടാണ്. പിന്നെ നമ്മളിങ്ങനെ അതിനനുസരിച്ച് എല്ലാം ചെയ്യണ്ടേ. അപ്പൊ നമ്മളത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സീൻസ് ഒക്കെ ഒരുപാട്. പിന്നെ അതിനെ തീർച്ചയായിട്ടും അദ്ദേഹം ഓർക്കുന്നുണ്ടെങ്കിൽ ഓരോ സീൻസും നല്ല രസകരമായ സീൻസ് ഓർമ്മയുണ്ടെന്ന് മനസ്സിലായത്. എന്നോട് ചോദിച്ച ഏത് റോളാണ് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറുടെ റോളാണ്, അപ്പോൾ ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആള് പറഞ്ഞു ആ ഒരു ക്യാബിൻ്റെ ഉള്ളിലുള്ളത് ആൾക്കറിയാം. നമ്മൾ PG ചെയ്യുമ്പോഴേ എവിടെയാണ് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ടീമാരാണ് ഞാൻ. പക്ഷെ എനിക്ക് ചെറിയൊരു അബദ്ധമല്ല. നമുക്ക് ചിലപ്പം മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ താടി വെച്ചിട്ട്, അത് പേര് ഞാൻ മറന്നു, അവിടെ നിന്ന് വന്ന. അപ്പൊ ഞാൻ പെട്ടെന്ന് മമ്മൂട്ടി അപ്പൊ അതിനകത്ത് അങ്ങനത്തെ ചില കമന്റ് അത് പറയുന്നത്. അപ്പൊ ഞാൻ ആ ക്യാരക്ടർ വരെ ചിലപ്പോ ഞാനല്ല ആള്, വേറെ ആളാണ്. അതെ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ക്യാരക്ടേഴ്സ് കിടപ്പുണ്ട്. അതിനകത്ത് അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന്റെ അപ്പം അദ്ദേഹമാണോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതൊക്കെ ഭയങ്കര നല്ല തമാശയാണ് കേട്ടോ, ഇതിനകത്ത് നല്ല തമാശയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നന്നായി വന്നു. അപ്പൊ എന്തായാലും സിനിമ കാണുന്ന എല്ലാവരും ഓണസദ്യയാണത്. ഓണസദ്യയാണ്. അതുപോലെ തന്നെ ഇപ്പം മലയാളത്തില് ഒരുപാട് ഇതുപോലത്തെ കുടുംബ ചിത്രങ്ങളുണ്ട്, പ്രണയ ചിത്രങ്ങളുണ്ട്. അപ്പം ആലിയുടെ സ്റ്റോറി കേട്ടപ്പം മാമിന് എന്തായിരുന്നു തോന്നിയിരുന്നത്? മറ്റുള്ള സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തം എന്തായിരുന്നു ആലിയില്? ആക്ച്വലി ഈ സിനിമ ഞങ്ങൾക്ക് ക്യാരക്ടർ ഞാനിപ്പോ ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ മാമിനോട് ചോദിച്ചു, മാം എനിക്ക് എന്റെ ഭാഗം മാത്രമേ അറിയുള്ളൂ. പറഞ്ഞു ലത അത്ര അറിഞ്ഞാ മതി, എനിക്ക് മാത്രമേ അറിയുള്ളൂ. വളരെ എല്ലാരും ആരൊക്കെ ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതും അറിയില്ലായിരുന്നു. ഈ സോങ് സിറ്റുവേഷൻ മാത്രമായിട്ടേ എനിക്ക് അറിയുള്ളൂ. മനസ്സിലായില്ലേ? മാമിനത് സർപ്രൈസ് ആയിട്ട് ഞങ്ങളടക്കം 14-ാം തീയതി കാണിക്കാനാണ് ആഗ്രഹം. തിയേറ്ററിൽ എല്ലാരും കൂടെ ഇരുന്ന് കാണാനായിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. എന്തായാലും തമ്പുരാന്റെ ഒരു പാട്ട് ഇതിൽ തന്നെ ആലിയാണല്ലോ നമുക്ക്. ആലിയുടെ രണ്ട് ഈ കൃഷ്ണ പറഞ്ഞതുപോലെ മെലഡി കളയാതെ മെലഡി തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് ചെയ്തിരിക്കുന്നത്. അതും കൃഷ്ണയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു. ഇതിൽ പറയേണ്ട തമ്പുരാൻ എന്നോട് പറഞ്ഞു വേറൊരു കാര്യം, ഒരു യുവ നായകനാണ് അല്ലെ. അപ്പൊ ഒരു പുതിയൊരു അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് പാടുന്ന ആളുകളെ കൊണ്ട് പാടിക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് തമ്പുരാൻ ഇത് പാടി കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ശരിക്കും സൗരഭമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുന്നുണ്ട്, നായകനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് തന്നെ മതി, തമ്പുരാൻ പാടിയാൽ മതി, എനിക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല എൻ്റെ വോയിസ് അങ്ങ് ചേരുമോ എന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം ഞങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നാലും തമ്പുരാൻ നമ്മുടെ എഡിറ്റർ ഈ പാട്ടാ പാടുന്ന ഫുൾ ടൈം. അപ്പം ഞാൻ ചോദിച്ചു ക്ലിക്കായല്ലേ എന്ന് ചോദിക്കുക. അപ്പം ഞാൻ ഇതാണോ പാടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് പാട്ടൊന്ന് കേൾക്കട്ടെ. അപ്പൊ എന്റെ തുടക്കം ആദ്യത്തെ ആലി പാടാം. ആലി ആലി മുത്തം മുത്തി അളികം അളകം കാറ്റിൽ തെന്നി പാറും അഴകും അഴയാത്ത കൈകൾ നെഞ്ചം തൊടും ആലഭ്യമെന്നിൽ അഴലേകിയാളും കാതൽ 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 ആലി ആലി മുത്തം മുത്തി അളികം.
സൂപ്പർ ഇതിന്റെ പല്ലവി ഇങ്ങനെയാണ്. പിന്നെ അതിന്റെ നല്ല രസമാണ്. ബാക്കിയൊക്കെ ഒത്തു മ്യൂസിക്കും കൂടി വരുമ്പോൾ അതെ, അതിന് അത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. എന്തായാലും നമ്മുടെ സിനിമ ഇറങ്ങാൻ പോവാണ്, ഓണ വിരുന്നാണ്, ഓണ സദ്യയാണ്. എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ സിനിമ എല്ലാവരും ഫസ്റ്റ് ഓണസദ്യയായിട്ട് നമ്മുടെ സിനിമ കണ്ടുകൊണ്ടായിരിക്കണം. അതാണ് ആവശ്യം. പിന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട്, നല്ല കലാസൃഷ്ടിയുണ്ട്. അതായത് പാട്ടുകൾ 5 ഇദ്ദേഹം മാത്രമല്ല, വേറെ 4 പേരും കൂടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അവരുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരുപോലെ മികച്ചതാണ്. പക്ഷേ ഇത് നമുക്ക് ടൈറ്റിൽ സോങ്ങും കൂടെയാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്പെഷ്യാലിറ്റി കൂടുതലാണ് ഈ സോങ്ങിനോട്. അപ്പോൾ എല്ലാ പേരെയും എന്താ പറയുക, എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ ഒരു പ്രേക്ഷകരുടെ മുന്നിൽ നമുക്കൊക്കെ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ അല്ലേ, അതായത് ഇവർക്കൊക്കെ കലാപരമായിട്ട് മുന്നിലോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് വിജയിപ്പിക്കും, അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാര്യം ഓരോ ആർട്ടിസ്റ്റും അവരുടേതായ ഒരു കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ചിലരൊക്കെ അമേച്വറാണ്, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അഭിനയിച്ച് വരുമ്പോൾ. കാര്യം ഷോർട്ട് ഫിലിമോ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ അവർ അഭിനയിച്ച് ചെറിയ ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ട് ചെറിയ സീൻസ് ആയിരിക്കും, എന്നാലും അത് അവർ അഭിനയിച്ച്. പക്ഷെ എൻ്റെ ഫിലിമിൽ അവർക്കൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സാണ്. ആരെയും എനിക്ക് ചെറുതായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സ്വീകരിക്കണം, അവരെയൊക്കെ സ്റ്റാറുകളാക്കട്ടെ. എന്തായാലും അടിപൊളിയാവട്ടെ. ആലിയുടെ വിജയത്തിന്റെ വേണ്ടിയിട്ട് ഞാനും, നമ്മളിപ്പോൾ കൃഷ്ണ പറഞ്ഞ പോലെ ഓണം ആലിക്കും കൂടെ കൊടുക്കുക. ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന സമയമാണ്, വലുതും ചെറുതും ഇടത്തരവും ഒക്കെ ഇറങ്ങും. അതിനിടയ്ക്ക് ആലി ഒരു മഴ പെയ്ത് നിറയുന്ന പോലെ എല്ലാവരിലും നമ്മളും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആ സഞ്ചാരത്തിനിടയ്ക്ക് എനിക്കും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടത് അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് എനിക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പം ഇതിൽ 2 പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ പാടിൻ്റെ പാടി, രണ്ടാമത്തെ പാടിൻ്റെ പല്ലവിയും കൂടെ ഞാൻ പാടിക്കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റാറുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറയാം അല്ലേ. ഇപ്പൊ രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് അത് വന്നിട്ട് പ്രവാസികൾക്ക് പ്രിയപ്പെട്ടതാവാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. അതിന്റെ പിക്ചറൈസേഷൻ, ഗാനങ്ങളുടെ പിക്ചറൈസേഷനും അത് ഞാൻ കണ്ടു. അപ്പൊ അതെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടാണ്, നല്ല ക്യാമറ വർക്ക് ഞാനത് കണ്ടു. അപ്പം ഈ നല്ല ഷോട്ടുകളുണ്ട് ഇതിനകത്ത്, പാട്ടുകൾ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ നമുക്ക് ചിലപ്പോൾ ചില സങ്കടം വരും, നമുക്ക് പാട്ട് ചിലപ്പം അയ്യോ നല്ല പാട്ട് ചിലപ്പം ചിത്രീകരിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി പോയി. പക്ഷേ ഇത് ഞാൻ കണ്ടവണ്ണ ഞാൻ കൃഷ്ണനെ വിളിച്ച് പറഞ്ഞു ഇഷ്ടമായി. അതിന് മഴയൊക്കെ ഉണ്ട് അല്ലേ, ഒരു മഴയുടെ ഷോട്ടിലാണ് ഇതൊക്കെ വരുന്നത്. അതെ. അപ്പൊ അതൊക്കെ ഒരു രസമുണ്ട് കേട്ടോ. അത് പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പം നമ്മുടെ കുട്ടിയെക്കുറിച്ച് നമ്മൾ വളരെ ഇതായിട്ട് പറയും, നമ്മൾ ഇഷ്ടം, പക്ഷെ ജനം ഇഷ്ടം. അത് നമ്മളതിനെ മറന്നിട്ടല്ല പറയുന്നത്, നമ്മളിത് പറയുന്നു, പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. നമ്മുടെ ഒരു സമർപ്പണമാണ് ഇതല്ലേ. കൃഷ്ണയുടെ ഒരു ക്രിയേറ്റീവ് തോട്ടിൽ നിന്ന് വിരിഞ്ഞ ഒരു പൂവാണ് ഇതല്ലേ. അപ്പൊ ആ പൂവിന്റെ സൗരഭ്യം എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടണം, നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെടട്ടെ, തിയേറ്ററിൽ പോയി കണ്ടാലേ ചെറിയ പടാന്ന് വെച്ച് മാറ്റി നിർത്തരുത്, പോയി കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പൊ ഈ പാട്ട് ഇത് രണ്ടാമത്തെ ഞാൻ ചെയ്ത സോങ് ആണ്. ഇതിന്റെ ഒരു കുറച്ച് പോർഷൻ ഒരു ഫീമെയിൽ വോയിസും ഉണ്ട്, സരിത രാജീവ് എന്ന് പറഞ്ഞ ബാൻഡ് തന്നെ. വേറൊരു പാട്ടും പാടിയിട്ടുണ്ട് സരിത അല്ലേ, വേറൊരു പാട്ടും പാടും. വേറെ മറ്റു മ്യൂസിക്, അതെ കല്യാണത്തിന് മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ ആക്ച്വലി അവരെ ആരെയും നേരിൽ കണ്ടിട്ടില്ല, അവരൊക്കെ പല സ്ഥലങ്ങളിലാണ്, പലരും ഇവിടെ എത്തിയിട്ടും ഇല്ല. അപ്പൊ അവരെയും കൂടെ സ്മരിക്കുകയാണ്, ബിക്കോസ് അവരും കൂടെ ചേർന്നതാണ് ആലിയുടെ സംഗീതം എന്ന് പറയുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ വരാൻ പറ്റിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അവരൊക്കെ ഗംഭീരമായ സംഗീത സംവിധാനം, അവരുടെ പാട്ടുകളും വളരെ നല്ല രസമുള്ള പാട്ടുകളാണ്. ഇത് എന്റെ ശൈലി അല്ലാതെ സംവിധാനത്തിന്റെ പാട്ടും കൂടെ അദ്ദേഹം പാടുകയും ചെയ്തു. അതെ, എനിക്ക് അങ്ങനെ ഭാഗ്യം കൂടെ കിട്ടി. ഇതിൽ തന്നെ എന്താണ് എരുമേലി, മറ്റേ സുരേഷ് എരുമേലി ചെയ്ത ഒരു സാഡ് സോങ് ഉണ്ട്, അതിന്റെ തമിഴും മലയാളവും ഞാൻ പാടിയിരുന്നു അല്ലേ. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഈ നമ്മള് ചെയ്ത മ്യൂസിക് ഡയറക്ടറായിട്ട് നമ്മൾ 2 പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യുന്ന ഇതേ വർക്ക് ഞാൻ എന്റെ പാട്ടുകൾ പാടിയത് മാത്രമല്ല, മറ്റൊരു മ്യൂസിക് ഡയറക്ടറുടെ കൂടെയുള്ള മറ്റൊരാളുടെയും കൂടെ പാട്ട് പാടി എന്നുള്ളതാണ്. അപ്പം എല്ലാവരെയും നമ്മൾ സ്മരിക്കുകയാണ്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ആലിയുടെ ഈ ഞാൻ ചെയ്ത രണ്ടാമത്തെ പാടിന്റെ പല്ലവി പാടാം. ഓക്കെ. നിൻ അരികിൽ ഞാനെത്താം കിനാവിൽ കണ്ട പോലെ, നിൻ മിഴിയിൽ ഞാൻ മഴയായി നെഞ്ചോട് സൊല്ലാതെ പോയോ, നിമിഷമേ വേഗം കടന്നു പോ, ദിനമേ വേഗം മറഞ്ഞു പോ, എൻ ജീവനേ നീ എൻ ശ്വാസമേ, നിൻ
അരികിൽ ഞാനെത്താം കിനാവിൽ കണ്ട പോലെ നിൻ മിഴിയിൽ ഞാൻ മഴയായി നെഞ്ചോട് സൊല്ലാതെ പോയോ. എന്തായാലും താങ്ക് യു എല്ലാവർക്കും. സാറിന്റെ പാട്ടിനും നമ്മുടെ ചിത്രം അടിപൊളിയാവട്ടെ. എല്ലാവരും ഓണത്തിന് തന്നെ തിയേറ്ററിൽ പോയി തന്നെ കാണുക, അടിപൊളിയാക്കുക. August 14th നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്നുകൂടെ ഞാൻ ആവശ്യപ്പെടുന്നു, എല്ലാവരും ഇത് ഓണത്തിന് സ്പെഷ്യലായിട്ട് ഈ സിനിമ, നമ്മുടെ ആലി സിനിമ കണ്ടുകൊണ്ട് ഓണസദ്യ ആക്കിക്കൊണ്ട് തുടങ്ങുക ഓണാഘോഷം. August 14th. താങ്ക് യു. താങ്ക് യു സോ മച്ച്.